സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആനിമൽ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ മിനി ക്രാഫ്റ്റിൽ നമ്മളെ ആട്, പന്നി, പശു അങ്ങനെ കുറേ മൃഗങ്ങൾ നമ്മളെ വശത്താക്കുക. എന്നിട്ട് അതിന് നമ്മൾ കുട്ടികൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതിനു വേണ്ടി ചെയ്യേണ്ട ആദ്യ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് നമ്മൾ 3 ഡോട്ടുള്ള സ്ഥലത്തോട്ട് പോവുക. ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് വേൾഡാണ്, സർവൈവലാണ് നിങ്ങൾ ഉണ്ടാക്കണം. മൈൻക്രാഫ്റ്റിൻ്റെ ഗൈഡ് നോക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അതിന് നിങ്ങൾ ജസ്റ്റ് 3 ഡോട്ടിൽ പോവുക. അതിനുശേഷം 3rd സ്റ്റോണിൽ പോവുക. 3rd സ്റ്റോണിൻ്റെ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫെൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്രിഡ്ജ് ഫെൻസാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എത്ര വേണോ അത്ര വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എത്ര വലുപ്പമാണോ അത്ര വലുപ്പത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കൂടുണ്ടാക്കാൻ. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമായതുകൊണ്ട് തന്നെ ചെറിയൊരു കൂടാണ് ഉണ്ടാക്കുന്നത്. നൈസായിട്ട് ഇതിൻ്റെ പണി തീർക്കാം. അപ്പോൾ നമ്മളിനി എന്തായാലും അടുത്ത ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഗേറ്റ് വെക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കൂട്ടിലോട്ടൊക്കെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ജസ്റ്റ് 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 3rd സ്റ്റോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറേ ഗേറ്റ് കാണാം. ഞാനിപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ഫെൻസ് ഗേറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനവിടെ സെലക്ട് ചെയ്തു. 4 കൂടിനും വേണ്ടിയിട്ട് ഞാൻ 4 കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ അനിമൽസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 4 കൂടിനും വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ആ ഗേറ്റിലൊരു ക്ലിക്ക് ചെയ്താൽ ഗേറ്റ് തുറയും അടയും. അങ്ങനെയാണ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അനിമൽസിനെ ഇടാൻ വേറെ ട്രിക്ക് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത്തവണ 3rd ഇത്തവണ നമ്മുടെ വാളിൻ്റെ ചിത്രമുള്ള ചിഹ്നം അതിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വില്ലേജറാണ് ആദ്യം. ഓക്കെ, ഇവിടെ ചിക്കൻ ഉണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് 2 കോഴികളെ നമ്മൾ നൈസായിട്ട് ഈ കൂട്ടിലിട്ടു. അതൊരു കുട്ടിയായി പോയി. ഓക്കെ, നമ്മളെന്തായാലും ഇതിനെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, കോഴികളെ ഫീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ സീഡ്സ് ഏത് സീഡ്സായാലും കുഴപ്പമില്ല. ഓക്കെ, സീഡ്സ് കണ്ടോ അവറ്റകൾ നമ്മളെ അടുത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ ജസ്റ്റ് പോയിൻ്റ് പിടിക്കുക. എന്നിട്ട് ഫീഡ് നിൽക്കുക. കണ്ടോ, ഇനി ഇതിൻ്റെ അടുത്ത് വെക്കുക. ഇനിയിപ്പോൾ കണ്ടോ ഒരു കുട്ടിയായി അവർക്ക്. ഇതിപ്പോൾ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതാ കണ്ടോ 2 കുട്ടികളായി. നേരത്തെ ഒരു കുട്ടിയായിരുന്നു, ഇപ്പോൾ 2 കുട്ടിയായി. അവർക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടായി. നമുക്ക് എന്നാലും ബാക്കിയുള്ള അനിമൽസിൻ്റെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇനി പന്നീനെ എങ്ങനെ ഫീഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, പന്നിനെ ഫീഡ് ചെയ്യാൻ നൈസായിട്ട് നമ്മൾ ക്യാരറ്റ് എടുത്താൽ മതി. അവറ്റകൾ നമ്മൾ അടുത്തോട്ട് വരും. എന്നിട്ട് നമ്മൾ നൈസായിട്ട് 2 വലിയ പന്നികൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടോ ഇതിന് ഫീഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിന് നമ്മൾ നൈസായിട്ടൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുവാണേ. എന്തോ സ്റ്റിക്ക് പോലെ എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട്, അതാണ് ഫീഡാവാത്തത്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. കേസിന് നമുക്ക് പശുവിനെ ചെയ്ത് നോക്കാം. കണ്ടോ, പശുവിനെ നമ്മൾ ജസ്റ്റ് ഇതിനൊരു ഫീഡ് കൊടുത്തു. ഇനി ഇതിനെ ഫീഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, പശുവിന് ഇതാ കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. വയസ്സ് കണ്ടോ, അവിടെ ഒരു പശുക്കുട്ടി വന്നു. ഇനി നമുക്ക് ആടിനെ നോക്കാം. ആടിന് സെയിം ഫുഡ് തന്നെയാണ്, വീറ്റ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഞെക്കി ഇതിനും ഫീഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതേതാണ് ആട്? ഇവിടെ ആട്. ഓക്കെ, എന്താണ് വെറ്റുകൾ ഫീഡാവാത്തത്? ഒന്നും അറിയത്തില്ല. ഓക്കെ, കണ്ടോ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ വെറ്റകൾ കണ്ടോ. അപ്പോൾ വെറ്റകൾക്കൊരു കുട്ടിയായി, ആടിനൊരു കുട്ടിയായി. ഇനി ഇതാ പന്നിക്ക് 3 കുട്ടികളായി. നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് മാറി നിന്നപ്പോൾ ഒരു കുട്ടീനെ എടുത്തു. ഓക്കെ,
ഇനി എന്തായാലും നമുക്ക് റാബിറ്റിനെ എങ്ങനെയാണ് ഫീഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് റാബിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ വരിക. നൈസായിട്ട് ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൂട്ടിൽ തന്നെയാണ് ഒറ്റകളെ ഇടുന്നത്. ഇനി നിങ്ങൾ നൈസായിട്ട് നമ്മളെ സ്വാഡിൻ്റെ ഓപ്ഷനിൽ വരിക. അവിടെ നിങ്ങളിങ്ങനെ തപ്പി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോൺ റാബിറ്റ് എന്ന്. ഇവിടെ കാണാൻ ഓക്കെ കിട്ടി, നമ്മുടെ റാബിറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് ഇതുപോലെ തന്നെ കൂട്ടിലിടണം. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിനെയും വേറെ കൂട്ടിലാണെങ്കിലും ഇടാം. ഇനി നിങ്ങൾ ജസ്റ്റ് ക്യാരറ്റ് എടുക്കുക. ഓക്കെ റാബിറ്റിനും സെയിം തന്നെയാണ്. ഓക്കെ നൈസായിട്ട് നമ്മളതിലൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇതിലിട്ടാൽ മതി. ഓക്കെ ഇനി കണ്ടോ, ഈ മുയലുകൾ നമ്മൾ എടുത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫീഡ് ബട്ടൺ ആക്കി കഴിഞ്ഞാൽ മുയലിനൊരു കുട്ടിയായി കണ്ടോ. ഓക്കെ രാത്രിയായി വരുന്നുണ്ട്. ഓക്കെ കണ്ടോ, മുയലിനൊരു കുട്ടി വന്നു. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇനി അടുത്തൊരു ജീവി കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ കാണിച്ചു തരാം ഇപ്പോൾ. ഓക്കെ നമ്മളെന്തായാലും ഇവിടെ തന്നെ ഇപ്പോൾ കടന്നുറങ്ങി നേരം വെളുപ്പിച്ചേക്കുവാണ്. ഇനി എന്തായാലും നമ്മൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ജീവി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പശുവിൻ്റെ പോലത്തെ സെയിം പശു തന്നെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഓക്കെ നമ്മളെന്തായാലും ഈ പശുവിനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ പശുക്കൂട്ടിൽ വേണ്ട, നമുക്ക് പന്നിയുടെ കൂട്ടത്തിൽ വേണ്ട, നമുക്ക് എന്തായാലും ഇവിടെ ഇടാം, നമുക്ക് പെട്ടെന്ന് അറിയത്തുള്ളൂ. ഓക്കെ ഇനി കണ്ടോ, നമ്മളുടെ അടുത്തേക്ക് വെറ്റകൾ വരുന്നു. ഇനി ഫീഡ് കൊടുക്കുക, ഇതിനും ഫീഡ് കൊടുക്കുക, നമ്മളവിടെ മാറി നിൽക്കുക. നമ്മൾ കുറച്ചട് മാറി നിന്ന് കഴിഞ്ഞാൽ അവർ ഫീഡാവും. പിന്നെ കണ്ടോ ഇതാ, നമ്മളിപ്പോൾ വീറ്റ് മാറ്റി ഈ ക്യാരറ്റ് കൊണ്ട് ഈ ആടിന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആടും ഇടുന്ന് പോവും. നമ്മൾ നൈസായിട്ട് വീറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അവർ. കണ്ടോ വീറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു നമുക്ക് നൈസായിട്ട് പിന്നെ ഫീഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഫാമിംഗ് വീഡിയോ. പിന്നെ ഒരുപാട് അനിമൽസിന് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരുപാട് അനിമൽസിനെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അനിമൽസിൻ്റെ ഫുഡിൽ സംശയമായിട്ട് നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു തരാവേ. അപ്പോൾ ഈ സൈഡ് ബാറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ് പറഞ്ഞാൽ വവ്വാൽ, പിന്നെ കുറേ മൃഗങ്ങളുണ്ട്, പിന്നെ പൂച്ചയുണ്ട്. പൂച്ചയുടെ ഫുഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മീനൊക്കെ ഞാൻ കുറേ ഇട്ട് നോക്കി. ഇതാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ ഈ വീഡിയോ വിളിച്ച് നിർത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. ഓക്കെ ബൈസ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. എൻ്റെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, അതും കൂടെ എൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അവൻ ഫ്രീ ഫയർ കളിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീ ഫയർ കളിക്കുന്ന ആളാണ്. അവൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോസ് നിർത്താൻ വേണ്ടി പോവാണ്. ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്. ബൈ.